السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ സാധിക്കും, മൻ ആല ജാരിയതൈൻ ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ അന വഹുവ കഹാതൈൻ. ആരെങ്കിലും രണ്ടു പെൺമക്കളെ പ്രായപൂർത്തിയാകുന്നതുവരെ വളർത്തി വലുതാക്കിയാൽ അവർ എന്തു ചെയ്യും? ഈ മനുഷ്യനെ ഖിയാമത്ത് നാളിൽ ഈ മനുഷ്യനും ഞാനും ഇതുപോലെയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു വിരലുകൾ ഉയർത്തിക്കൊണ്ട് പിടിച്ചുകൊണ്ട് പറയുന്നതായി കാണാം. അല്ലാഹുമ്മ അസ്വാബിഹ, നബിയുടെ രണ്ടു വിരലുകളും ചേർത്ത് പിടിച്ചുകൊണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല ഹദീസുകളും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ രണ്ടു മക്കളെ വളർത്തിയാൽ അയാൾക്ക് ഈ മക്കൾ നരകത്തിൽ നിന്നും മറയായിട്ട് വരും എന്ന് കാണാൻ സാധിക്കും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്ന സന്ദർഭം ആയിഷ ബീവി വിവരിക്കുന്നുണ്ട്. ഒരു മിസ്കീനത്തായിട്ടുള്ള ഒരു സ്ത്രീ, അവർ വന്നത് രണ്ടു പെൺമക്കളെയും, ചെറിയ പെൺമക്കളെയും കൊണ്ടാണ്. അങ്ങനെ വന്നപ്പോൾ ആയിഷ ബീവി അവർക്ക് 3 ഈന്തപ്പഴം കൊടുക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഈ 3 ഈന്തപ്പഴം ഈ സ്ത്രീ ഓരോ മക്കൾക്കും ഓരോന്ന് കൊടുത്ത് മൂന്നാമത്തേത് കഴിക്കാൻ വേണ്ടി വായിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. പക്ഷെ ആ സ്ത്രീ അത് കഴിക്കുന്നില്ല. ആ ഈന്തപ്പഴവും 2ആക്കി ഭാഗിച്ച് ആ 2 മക്കൾക്കും ഈ സ്ത്രീ കൊടുക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ആയിഷ ബീവി വല്ലാതെ അത്ഭുതമായി ഇത് കണ്ടപ്പോൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിനെപ്പറ്റി പറയുകയും, അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന. തീർച്ചയായിട്ടും ആ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു അവൾക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. ഔ അഅതഖഹ ബിഹാ മിനൻ നാർ, അതല്ലെങ്കിൽ അവളെ അള്ളാഹു നരകത്തിൽ നിന്നും മോചിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഹദീസിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മക്കളോട്, പ്രത്യേകിച്ച് പെൺമക്കളോട് അവരോടുള്ള ഷഫഖത്ത്, വാത്സല്യവും സ്നേഹവും, അവരോടുള്ള ആർദ്രതയും, അവരെ ഏറ്റവും നല്ല നിലയിൽ പരിപാലിച്ച് വളർത്തി വലുതാക്കലും രക്ഷിതാക്കൾക്ക് അതൊരു തടയായി, ഒരു മറയായി, നരക ശിക്ഷയിൽ നിന്നും ഒരു മറയായി വരും എന്ന് നമുക്കിതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് 2 മക്കളാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇതുപോലെ എന്ന്, സ്വർഗത്തിൽ ഇതുപോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ പെൺമക്കളോട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ വർത്തിക്കാനും അവരെ ഏറ്റവും നല്ല സംസ്കാരവും ഏറ്റവും നല്ല രീതിയിലുള്ള അദബുകളും മര്യാദകളും എല്ലാം പഠിപ്പിച്ച് വളർത്തി വലുതാക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.